ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് ഇപ്പൊ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ആമി അശോകിന്റെ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട്. ഇനിയിപ്പോ നിങ്ങൾ ആദ്യം സെക്കൻഡ് പാർട്ടാ കാണുന്നതെങ്കിൽ, കാരണം അപ്പോഴത്തെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കില്ല എല്ലാവരുടെ സബ്സ്ക്രൈബേഴ്സ് കാണണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് പാർട്ടും കൂടി കാണുക. ഓക്കെ, ഫസ്റ്റ് പാർട്ട് ആമിയുടെ ഇതിലുണ്ട്, ആമിയുടെ ബ്ലോഗിലുണ്ട്. അതിന്റെ ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. പകരം ഓക്കെ. അപ്പോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോന്റെ കണ്ടന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പോഴത്തെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അധികമായിരിക്കും അറിയുന്നുണ്ടായില്ല. കാരണം ഞങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ, പൊതുവെ എല്ലാവരും ചെയ്യുന്ന കാര്യം ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്നുള്ള സാധനം ചെയ്യാറുണ്ട്. പക്ഷെ അപ്പോഴും ഡയറക്റ്റ്ലി നമ്മൾ വ്ളോഗായിട്ടാണ് സ്റ്റാർട്ടാക്കിയത്. അപ്പം ആൾക്കാരുടെ ഡൗട്ട്സ് കാര്യങ്ങളുണ്ടാവും. പിന്നെ നമ്മൾ തമ്മിലുള്ള ഒരു ബോണ്ട് കണ്ടിട്ട് തന്നെ പലരും പല ക്വസ്റ്റ്യൻസും പല അഭിപ്രായങ്ങളും, അപ്പം അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആസ്മി ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് ഇത് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം ക്വസ്റ്റ്യൻസ് അപ്പോഴുടെ കയ്യിലുണ്ട്. നേരത്തെ ഫസ്റ്റ് വ്ളോഗിൽ ഞാനായിരുന്നു അപ്പോഴുള്ള ക്വസ്റ്റ്യൻസ് പിടിച്ചോണ്ടിരുന്നത്. അപ്പം ഇപ്രാവശ്യം ഞാനാണ് ആമിക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുക്കുന്നത്. ഇത് പക്ഷെ അപ്പോഴുള്ള ഉത്തരം പറയണം. അപ്പോഴാണ് ഉത്തരം പറയേണ്ടത്. നിങ്ങൾ തമ്മിൽ ലവ് അല്ല ലവും ഒന്നല്ല. നമ്മള് മറ്റേ പാട്ട് ഏത് പറഞ്ഞ പോലെ തന്നെ നല്ല ഫ്രണ്ട്സ് ആണ്. അതേപോലെ തന്നെ നമ്മള് ഈ ജിം വ്ളോഗ്സും കാര്യങ്ങളും ഈ ഷൂട്ടും, ഇപ്പം ഈ ടെമ്പിളിൽ ഇറങ്ങിയ ആ ഷൂട്ടാണെങ്കിലും ഇപ്പം നമ്മള് ടെമ്പിളിന്റെ ഇത് കണ്ടപ്പോഴാണ് ആൾക്കാർ കുറച്ചും കൂടി ചോദിക്കാൻ തുടങ്ങി. ഭയങ്കര ഫീലിങ്സിൽ ഭയങ്കര ഫീൽ ഗുഡ് ആണ് ആ വീഡിയോ ഉണ്ടായത്. അപ്പൊ ആൾക്കാർ പലരും ശരിക്കും നമ്മളത് ആ സമയത്ത് അപ്പോഴുടെ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അതിന്റെ പുറകിലുണ്ടായ കാര്യങ്ങളും ആ ഒരു എന്താ പറയാ പൊട്ടത്തരങ്ങളും കാര്യങ്ങളും. കാരണം അതിൽ ഞാൻ അപ്പോഴത്തെ കണ്ണിൽ നോക്കി ചിരിക്കണ സീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും അങ്ങനെയല്ല, അതിന്റെ മുന്നിലുള്ള കട്ട് വരെ ഉള്ളത് നമ്മള് കട്ട് ചെയ്തിട്ടാണ് ചിരിക്കണത് മാത്രമല്ല എടുത്തിക്കണത്. ഇതിന്റെ മുഖത്ത് നോക്കി എനിക്ക് റൊമാൻസ് പോലും വരുന്നുണ്ടായില്ല. ചിരിക്കണേ റൊമാൻസ് അതൊന്നും എനിക്ക് വരുന്നുണ്ടായില്ല. പക്ഷെ അത് ഫീൽ ഗുഡ് ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു ആ ഒരു ടെമ്പിൾ ഷൂട്ട്. അത് കഴിഞ്ഞിട്ട് ബീച്ച് ഷൂട്ട് ചെയ്തു. ബീച്ച് ഷൂട്ട് അതിന്റെ വീഡിയോ ഇറങ്ങാൻ പോകുന്നതാണ്. അപ്പൊ ലവ് ഒന്നുമില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു. ആദ്യം തന്നെ അതെടുത്തു. അപ്പൊ എന്റെ ജോബ് ഞാൻ ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. കൊച്ചി ഇൻഫോ പാർക്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പർ. ഓക്കെ, എനിക്ക് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇത് തന്നെ ഒരു പണിയില്ലേ? അതെ വലിയ കാര്യമായി പോയി. കണ്ടിട്ട് നല്ല ചേട്ടനാണെന്ന് തോന്നുന്നു. രണ്ടാളും നന്നായിട്ട് ചേരുന്നുണ്ട്. ഓക്കെ, സെക്കൻഡ് വൺ ഓക്കെ, ഞാൻ ഫൈൻ. രണ്ടാളും നന്നായിട്ട് ചേരുന്നുണ്ട് തോന്നുന്നു. നോട്ട് ഫോർ മീ. അത്ര നല്ല ചെക്കനൊന്നല്ല, വെറും കൊടുത്ത കേട്ടതാണ്. നമ്മൾ വിചാരിക്കണ പോലെ ഫ്രണ്ട്സിന്റെ അമ്മയൊക്കെ പറയണേ ഭയങ്കര നിഷ്കളങ്കനല്ലേ ഏട്ടൻ. എനിക്കെല്ലാം അറിയുള്ളൂ, കൂടെ എടുക്കുന്നത് എനിക്കും മുരളിച്ചേട്ടനെ അറിയുള്ളൂ നിന്റെ നിഷ്കളങ്കത. അപ്പൊ അടുത്ത ചിരിക്കണത് കാട്ടി നോക്കട്ടെ. ഇതെന്താ എല്ലാ ക്വസ്റ്റ്യൻസും ഇരിക്കണല്ലേ. ചേട്ടനോട് ആമിക്ക് ക്രഷ് തോന്നിയിട്ടുണ്ടോ? ചേട്ടനെ തിരിച്ചു ഇതിലുള്ള ആൻസർ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ മീൻസ് ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞ അതേപോലെ തന്നെ ഇതിലും പറയുന്നു, ഇപ്പോഴും പറയുന്നു, എപ്പോഴും പറയുന്നു. എനിക്ക് അപ്പഴിന്റെ അടുത്ത് നല്ല ഫ്രണ്ട്ഷിപ്പ് വൈബ് മാത്രമാണ്. അപ്പഴിന്റെ അടുത്ത് അപ്പഴിനെ തിരിച്ചും അങ്ങനെയാണ്. ക്രഷ് ഒന്നുമില്ല എനിക്ക്. എന്റെ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് തീരുന്നുണ്ട് കേട്ടോ, കാരണം കുഞ്ഞു ക്വസ്റ്റ്യൻസ്. ക്യാൻ യു ഷെയർ എ സ്മോൾ ഇൻട്രൊഡക്ഷൻ? ഓക്കെ, ഞാൻ ആമി അശോക്, അഭിരാമി അശോക് യാദവ് എന്നാണ് ശരിക്കുള്ള പേര്. വീട്ടില് അമ്മ, ചേട്ടൻ, അച്ഛൻ്റെ പേര് അശോക് യാദവ്, അമ്മ നളിനി അശോക്, ഏട്ടൻ അഭിനന്ദ് അശോക്. പിന്നെ ഞങ്ങൾ അച്ഛന്റെ പ്രൊഡക്ട്സ്. അപ്പൊ പിന്നെ അശോകിന്റെ പ്രൊഡക്റ്റ് അല്ലേ വരും. പിന്നെ വീട് കാസർഗോഡ് നീലേശ്വരം കുമ്പളപ്പള്ളി എന്നുള്ള സ്ഥലത്താണ്. പിന്നെ എറണാകുളത്താണ് ഞാനിപ്പോൾ സെറ്റിൽ ആയിട്ടുള്ളത്. പിന്നെ എന്താണ് സോഷ്യൽ മീഡിയ, കുറച്ച് ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. ഓക്കെ, അടുത്തത് നീ പറയൂ. ഓക്കെ, സോ എന്റെ പേര് കുമാർ, അച്ഛന്റെ പേര് കൃഷ്ണകുമാർ, അമ്മയുടെ പേര് സന്ധ്യ, അനിതി ശ്രുതി. അത് കഴിഞ്ഞ് ഞാൻ കോഴിക്കോടാണ് വീട്.
കൊച്ചിയില് ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പം അതുകൊണ്ട് തന്നെ കൊച്ചിയില് സെറ്റിൽ ഇരിക്കുന്നു. പിന്നെ ഹോബീസ് അത് പറയാം. ഹോബീസ് ജിമ്മിൽ പോകുന്നു, വർക്ക്ഔട്ട് ചെയ്യുന്നു, ഡയറ്റ് ഫുഡ് കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, പിന്നെ എഴുന്നേൽക്കുന്നു, ബ്ലോഗ് എടുക്കുന്നു, ഹായ് ഗായ്സ് വെൽക്കം, ട്രേഡ് ചെയ്യുന്നു. എല്ലാത്തിലും അടുത്ത വെച്ചിട്ട്. ഓക്കെ. ഫേവറേറ്റ് ഫുഡ്, ഡ്രസ്, കളർ. ഫേവറേറ്റ് ഫുഡ് ബിരിയാണി. കോഴിക്കോടുകാരനായതുകൊണ്ട് തന്നെ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഫേവറേറ്റ് ഫുഡ് ഡ്രസ് അങ്ങനെയൊന്നുമില്ല. മുണ്ട് ഭയങ്കര രസമാണ്. അത് ആദ്യമായിട്ടാണ് ആ മുണ്ട് അങ്ങനെ രസമായിട്ട് ഞാൻ ഉടുത്തത്. ഓക്കെ. പക്ഷെ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു അപ്പേട്ടനെ അതിൽ കാണാം. പിന്നെ അപ്പേട്ടന് ഈ ടൈപ്പ് ഓഫീസ് നമുക്ക് ഇൻസൈഡ് ഒക്കെ, കാരണം അപ്പേട്ടന്റെ ബോഡി ഭയങ്കര ഫിറ്റ് ആയിട്ടിരിക്കുന്നോണ്ട്, ഫിറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നു. ഓക്കെ ഫൈൻ. അതില് ഭയങ്കര രസമാണ് അപ്പേട്ടനെ കാണാൻ, നല്ല രസമാണ്. പിന്നെ കളർ ബ്ലാക്ക്, ബ്ലൂ, ഡാർക്ക് ബ്ലൂ, ബ്ലാക്ക്, ഗ്രീൻ ഭംഗിയുണ്ട് അപ്പേട്ടന്. പിങ്കും എനിക്കിഷ്ടം. ഓക്കെ. പിങ്കിലും കണ്ടിട്ടില്ല. എന്റെ ഫേവറേറ്റ് ഫുഡ് എന്ന് പറയണത്, ഫേവറേറ്റ് ഒന്നുമില്ല, എല്ലാ ഫുഡും കഴിക്കും. ഫേവറേറ്റ് ഫുഡായിട്ടില്ല. ഡ്രസ്സ് എനിക്ക് സാരീസ് ഇഷ്ടമാണ്. പിന്നെ കളറ് ബ്ലാക്ക്, നല്ല ഡാർക്ക് ബ്ലൂ, പിന്നെ റെഡ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇനിയിപ്പോൾ എല്ലാം നമുക്കുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ, ഇതിലൊക്കെയുള്ള. ലൈഫിൽ റിഗ്രറ്റ് ഉണ്ടായിട്ടുണ്ടോ? ലൈഫിൽ റിഗ്രറ്റ് ഒന്നുമില്ല. ഞാൻ എടുത്ത തീരുമാനം തന്നെയല്ലേ, അതിപ്പം റിഗ്രറ്റ് ഒന്നുമില്ല. ആ സമയത്ത് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ട് എടുത്ത തീരുമാനങ്ങളാണ്. അപ്പം അത് പോയാലും തിരിച്ചു വന്നാലും അങ്ങനെ പ്രശ്നമൊന്നുമില്ല. റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ അപ്പടം പറഞ്ഞത് ഇല്ല. ഞാൻ എടുത്ത ഡിസിഷനാണ്. സോ അങ്ങനെ റിഗ്രറ്റ്. അപ്പം നമ്മൾ എടുത്ത ഡിസിഷൻ റോങ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ റിഗ്രറ്റ് ആവേണ്ട ആവശ്യമില്ല. വേണ്ട, നമ്മൾ പിന്നെ ആ പാത്തിലേക്ക് പോകാതിരുന്നു. അപ്പൊ എനിക്ക് അങ്ങനെയാണ്, എനിക്ക് റിഗ്രറ്റ് ഇല്ല. ഇത്രനാളുണ്ടായിരുന്നു പാപ്പടിന് ആ പോയിന്റ് പറഞ്ഞോണ്ട് പിന്നെ ആ പാത്ത് പിന്നെ മീൻസ് ആ വഴി അറിയാം, ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. അത്ര അതിനുള്ള ഒരു റിഗ്രറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് അധികം ആൾക്കാർക്ക് ഉണ്ടാവും. കാരണം നമ്മൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും എപ്പോഴും നല്ലതാവണമെന്നില്ല. കാരണം ഒന്നില്ലെങ്കിൽ നമ്മുടെ ഒരു സിറ്റുവേഷൻ കാരണം നല്ലതാവില്ല. ഒക്കെ ഒരു സിറ്റുവേഷൻ ആ ഒരു രീതിയിലാണ് ഞാൻ കാണുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം എല്ലാ സമയം ഒരുപോലെ ആവണമെന്നില്ലല്ലോ ആ സിറ്റുവേഷൻസ്. ഇപ്പം ചിലപ്പോ നമ്മുടെ സിറ്റുവേഷൻസ് ഒക്കെ ഓക്കെ ആയിരിക്കും, പക്ഷെ മറ്റേ ആളുടെ ഓപ്പോസിറ്റ് ആളുടെ ആയിരിക്കില്ല. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു റിഗ്രറ്റ് തോന്നുന്നത്. ഓ, ഞാൻ ഡിസിഷൻ എടുത്ത ഡിസിഷൻ റിഗ്രറ്റ് അടിക്കുന്നുണ്ട് എനിക്ക്. അങ്ങനെ തോന്നേണ്ട ആവശ്യമില്ല. ജേർണി അങ്ങനെയാണ്. എനിക്ക് റിഗ്രറ്റ് ഇല്ല ഗൈസ്. നീ ഞാൻ എടുക്കണം. സോറി. നിങ്ങൾ തമ്മിൽ ലവ് ആവാനുള്ള ചാൻസ് സാധ്യത ഉണ്ടോന്ന്? അപ്പൊ ലവ് എന്ന് പറയുമ്പോ തന്നെ ഇങ്ങനെ ആവുക ഇല്ല ഗൈസ്. എന്തിനാ ഗൈസ് അതിനൊക്കെ? അതെ, നമ്മളെ ഫ്രണ്ട്ഷിപ്പിൽ തന്നെ നമ്മളെ ഹാപ്പിനെസ് കണ്ടെത്തുന്നുണ്ട്. നമ്മള് ഹാപ്പിയാണ് എല്ലാം പെട്ടാ. ചില സമയത്ത് ലവ് ആയിക്കഴിഞ്ഞാൽ പോസസീവ്നെസ്, ഇത് വഴക്ക്, പിണങ്ങിയിരിക്കുക, പിന്നെ അത് നമ്മളെ ഗ്യാങ്ങിനെ ബാധിക്കുക. പിന്നെ അത് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ രണ്ടുപേർക്കും ഒരേ ഗ്യാങ് ആണെങ്കിൽ പിന്നെ അവളെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേരുണ്ടാവും, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേരുണ്ടാവും. അടി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുമായിട്ട് തർക്കം വരും. നല്ല റിലേഷൻഷിപ്പ് വെറുതെ ബ്രേക്ക് ചെയ്യുന്നു. അതിനെക്കാട്ടും നല്ലത് നമ്മളെ ഈ ഫ്രണ്ട്ഷിപ്പ് നല്ലതെന്ന് അപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലതല്ലേ മാം? ഫോട്ടോഷൂട്ട് കൊളാബായിട്ട് ചെയ്യാറുണ്ടോന്ന് എന്റെ അടുത്താ ചോദിച്ചത്. സോറി എന്ന് പറയാൻ പാടില്ല, കാരണം അപ്പോഴത്തെ സോ എന്ന് പറയുന്നത് ഞാൻ പേടിപ്പിച്ചത് പറയേണ്ടതുണ്ട്. ഓക്കെ. ഫോട്ടോഷൂട്ട് ഞങ്ങൾ കൊളാബായിട്ട് ചെയ്യാറുണ്ട്. ഞങ്ങൾ ഒന്നിച്ചാണ് ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം നല്ല പ്രൊഫൈൽ ആണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ കൊളാബായിട്ട് ചെയ്യുന്നതാണ്. അപ്പോഴത്തെ കൂടെ കൂടിയിട്ട് ഞാൻ കുറച്ച് ഇംഗ്ലീഷൊക്കെ പഠിച്ചു. ആദ്യം ഹിന്ദി ആയിരുന്നു, പക്ഷെ ഹിന്ദിയിലേക്ക് ഞാൻ പോയി. രണ്ടാൾക്കും തമ്മിലുള്ള അഭിപ്രായം. അപ്പേനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പേട്ടൻ പാവാണ്, നിഷ്കളങ്കനാണ്. ഇല്ല, സീരിയസ്ലി എനിക്ക് പറയുകയാണെങ്കിൽ അപ്പേട്ടൻ എനിക്ക് ഭയങ്കര അപ്പേനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാവമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫ്രണ്ടാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ദെൻ
ഭയങ്കര കംഫർട്ടബിൾ ആവാനുള്ള ഒരു നമുക്ക് എന്തും സംസാരിക്കാം, എന്തും കേട്ടിരിക്കുന്ന ഒരാളാണ്. അത് ഫസ്റ്റ് മുതൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഫസ്റ്റ് മുതൽ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ അപ്പോട്ട് നന്നായിട്ട് കേട്ടിരിക്കുന്നുണ്ട്. എന്ത് കാര്യങ്ങൾ പറയുകയാണെങ്കിലും ഇപ്പം തന്നെ ഞാൻ പറഞ്ഞതാണെങ്കിലും ഒന്നും മിണ്ടാണ്ട് കേട്ടിരിക്കുന്നുണ്ട്. അതെനിക്ക് നല്ലൊരു ക്വാളിറ്റി ആയിട്ട്, കാരണം എല്ലാവർക്കും എല്ലാം തുറന്ന് സംസാരിക്കാൻ ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം. അപ്പം അപ്പോട്ടിന് അതാവാൻ പറ്റിയിട്ടുണ്ട്. ദെൻ ആള് ഗ്രോയിങ് ആ ഒരു മൈൻഡിലാണ്. എനിക്ക് ഇനിയും ഇമ്പ്രൂവ് ആക്കണം, ഓരോ ദിവസം കഴിയുമ്പോൾ ഇമ്പ്രൂവ് ആക്കണം എന്നുള്ളൊരു തോട്ടുള്ള ആളാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ ആരില്ലെങ്കിൽ അത് കണ്ടാലും ഭയങ്കര എനിക്കൊരു നൈസ് അങ്ങനത്തെ ഒരു ഫീൽ വരാറുണ്ട്. അത്രയൊക്കെ. പിന്നെ ഭയങ്കര സ്നേഹമാണ് എല്ലാവരുടെ അടുത്തും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ കുറിച്ച് നോക്കി പറ. കഴിഞ്ഞോ? പാവാണ്. എന്താ പറയാ, അപ്പോൾ എന്താ ഫീൽ ചെയ്ത് എൻ്റെ അടുത്ത് ഫ്രണ്ട്ഷിപ്പ് ആയി കഴിഞ്ഞപ്പോ? വേണ്ടായിരുന്നു തോന്നുന്നു? മീൻസ് നല്ല കുട്ടിയാ, നല്ല രീതിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു നല്ല കുട്ടിയാണ്. എല്ലാരും വീട്ടുകാരെല്ലാരും നോക്കുന്ന ഒരു നല്ല കുട്ടി, എല്ലാരും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. സത്യം എല്ലാരും പറയും. പിന്നെ നല്ല സ്വഭാവ. ഇനി സ്വഭാവമൊക്കെ എനിക്ക് ഇഷ്ടം ഭയങ്കരമായിട്ട്. പിന്നെന്താ, പിന്നെ ആലോചിക്കണം. ഓക്കെ, അപ്പോഴാണ് ഞാൻ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കത്തില്ല. ശരിക്കും പറഞ്ഞാൽ അപ്പോഴത്തെ ടൈം എടുക്കും ആൾക്കാരുടെ അടുത്ത് കമ്പനി ആയിട്ട് വരുമ്പോ. എന്റെ അടുത്ത് നല്ല ടൈം എടുത്തിട്ടാണ് ഞങ്ങൾ സംസാരിച്ചത്. സംസാരിച്ചതല്ലാണ് ഞങ്ങൾ മെസ്സേജ് എന്നെ അറിയില്ലായിരുന്നു കേട്ടോ ശരിക്കും. പിന്നെയാണ് കുറെ കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങക്ക് രണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ട് പേരും കാര്യങ്ങളും ഉണ്ടായില്ല. ഞാൻ പേരിട്ടപ്പോഴാണ് ഞാൻ അയ്യോ ഇഷ്ടാണോ പേര് മാറ്റാൻ പറ്റുമെന്ന് വെച്ചിട്ട്. അങ്ങനെ എനിക്ക് ഓക്കെ ആണ്. അപ്പോട്ടെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഓക്കെ, ഇപ്പൊ കമ്മിറ്റഡ് അല്ലെങ്കിലും ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോന്ന്? എനിക്ക് അങ്ങനെ ആരടുത്തും പ്രേമം തോന്നാനുള്ള ചാൻസ് ഒന്നുമില്ല. അപ്പോഴത്തെ ഒരു 2-3 വർഷത്തിലുള്ള കെട്ടി സെറ്റിൽ ആവാനാണ് പ്ലാൻ. കാരണം ഇപ്പൊ തന്നെ 32 വയസ്സായിക്കണോ? ഇല്ല, അപ്പോഴത്തിന് ഇല്ല അപ്പോഴത്തെ അപ്പോഴത്തെ പറ. ഞാൻ ഒരു 2-2.5 വർഷത്തിനുള്ളിൽ മാരേജ് ലൈഫ് അല്ലാണ്ട് ഈ ലൈൻ അടിച്ച് നടക്കാനൊന്നും പറ്റത്തില്ല. അതിനുള്ള ആദ്യം ഒരു ഗ്രോയിങ് ഫേസ്, പിന്നെ സെറ്റിൽ ആയി കഴിഞ്ഞിട്ട് മാരേജ്. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ അപ്പോഴത്തെ കല്യാണത്തിന് ഞാൻ വന്ന് ഡാൻസ് കളിക്കും. ഓക്കെ, എല്ലാരും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് ഡാൻസ് കളിക്കാൻ. ഹോബീസ്, കഴിവുകൾ. ഹോബീസ് വലിയ മെയിൻ ആയിട്ടുള്ള ഹോബി ജിമ്മിൽ പോവുക. അതൊരു സ്ട്രെസ് റിലീഫ് എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ആ ഡെയിലി വർക്ക് കഴിഞ്ഞിട്ട് അത് ഒരു 2 hours 2.5 hours കൃത്യമായിട്ട് ജിമ്മിൽ പോകുന്നു. ഒന്നില്ലെങ്കിൽ കാർഡിയോ അല്ലെങ്കിൽ മീൻസ് എന്തെങ്കിലും സെഷൻ ചെയ്യും. അത് ആ വെയിറ്റ് ഒക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ബ്ലഡ് പമ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സ്ട്രെസ് റിലീഫ് തോന്നാം. കേട്ടല്ലോ, ഏതെങ്കിലും പെമ്പിള്ളേർക്ക് അപ്പോഴത്തെ ഫ്രഷ് വന്നാണെങ്കിൽ അത് തന്നെ വർക്കൗട്ടിനെ മോട്ടിവേറ്റ് ചെയ്യുക. ചെയ്യപ്പോട്ടാ ഇന്ന് വർക്കൗട്ട് ചെയ്യാവോ അത് പറയുന്ന ഒരാളുടെ കുട്ടിയാവുക അല്ലെ. ഒരു പ്രോട്ടീൻ പൗഡർ ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് എപ്പോഴും സർപ്രൈസ് ഒക്കെ കൊടുത്ത് അല്ലെ. ജിം റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഹോബി ട്രേഡിംഗ് ചെയ്യും. പിന്നെ അതിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ അപ്പോഴും ഡാൻസും പാട്ടൊക്കെ നന്നായിട്ട് പാടും. പിന്നെ ഞാൻ 5 വർഷം ഞാൻ പാട്ട് കേട്ടിരുന്ന ഭഗവാനെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഒരു സെന്നെ ജിമ്മിന്ന് കാണിച്ചു, നീ ഞാൻ ഡാൻസ് കളിക്കുന്ന കേട്ടിട്ടുണ്ടോ പറഞ്ഞിട്ട് കാണിച്ചു കേട്ടാ. പക്ഷെ അത് പറയാൻ വരെയായിരുന്നു. അയ്യോ, അത് ഞാൻ കുറച്ച് തടിച്ചിട്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ആ ഒരു ഡാൻസ് കളിച്ചു കഴിഞ്ഞ് ഞാന് ഒരു 3-4 കിലോ ഞാൻ കൊടുത്തു. അങ്ങനെ ഞാൻ മെനക്കെട്ടിട്ട് ഡാൻസ്. ആദ്യത്തെ ഡാൻസ് ഒക്കെ ചുമ്മാ വാഴ നിന്ന് ആടി കേട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണോ അതേപോലെ ഞാൻ ഭയങ്കര സ്റ്റിഫായിട്ട് മീൻസ് ഷോൾഡറൊക്കെ ഇപ്പം ജിമ്മിൽ പോയിട്ട് ഷോൾഡറൊക്കെ ബ്രോഡായിട്ട് നമ്മൾ സ്റ്റിഫായിട്ടായിരിക്കും നിൽക്കുക. അപ്പം നമുക്ക് അങ്ങനെ ഡാൻസ് കളിക്കാനുള്ള ആ ഒരു മെയ് വഴക്കൊന്നും ഉണ്ടാവത്തില്ല. അപ്പം
പക്ഷെ അതിനു പകരം പഠിച്ച് മീൻസ് പ്രാക്ടീസ് ചെയ്ത് കുറെ പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കി. അത് എന്റെ കൂടെ ഉള്ള ആൾക്കാരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്ത് റെഡിയാക്കി. അതൊക്കെയാണ് ഹോബി. എന്റെ ഹോബി അങ്ങനെയൊന്നുമില്ല. ആക്ടിങ് പിന്നെ പുതിയ പുതിയ ഹോബീസ് ഞാൻ കണ്ടെത്തുന്നു. അതെ എനിക്ക് ആക്ടിങ് ഇഷ്ടമാണ്, എഴുതാൻ ഇഷ്ടമാണ്, വായിക്കാൻ ഇഷ്ടമാണ്, ഇതൊക്കെ. പിന്നെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഫേവറേറ്റ് കാർ, ബൈക്ക്? കാർ BMW. മിനി കൂപ്പർ. എനിക്കും അത് തന്നെയാണ് ഇഷ്ടം. ദെൻ ബൈക്ക് എപ്പോഴും എനിക്ക് എന്റെ ബൈക്കാണ് ഇഷ്ടം, SD സ്ക്രാംബ്ലർ. ബൈക്കായിട്ട് അങ്ങനെ എന്നെ കാറിനോടാണ് ക്രേസ്. ബൈക്ക് എനിക്ക് തോന്നിയില്ല അപ്പോൾ വലിയ കമ്പം ഉണ്ടെന്ന്. കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉള്ളു അല്ലേ പെട്ടെന്ന് തീർക്കാൻ. ഓക്കെ, കൊച്ചി സെറ്റിൽ ആവാൻ പ്ലാൻ ഉണ്ടോ? എനിക്ക് കൊച്ചിയിൽ സെറ്റിൽ ആവാൻ പ്ലാൻ ഇല്ല. ബട്ട് ഇവിടെ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സംഭവം കൊണ്ടുവരണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റേ കല്ല് പോലത്തെയാണ് അങ്ങനെയല്ല, ഇവിടെ ഒരു ഫ്ലാറ്റ് എടുത്തിടുക, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വന്ന് പോവാൻ, അങ്ങനെ ഒരു ഫീൽ ചെയ്താണ്. മറ്റേ ഇവിടെ എനിക്ക് സെറ്റിൽ ആവണമെന്നുള്ള ഫീല് തോന്നിയിട്ടില്ല. അപ്പൊ എനിക്ക് കോഴിക്കോട് ഇഷ്ടം. ഇവിടെ അങ്ങനെ സെറ്റിൽ തോന്നിയില്ല. സെറ്റിൽ ഇല്ല, വർക്ക് എവിടെയാണോ അവിടെ നിൽക്കും. പക്ഷെ നാട് കോഴിക്കോട് തന്നെ. ബ്രേക്കപ്പ് സ്റ്റോറീസ്, ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടോ? വലിയ ബ്രേക്കപ്പ് സ്റ്റോറി ഒന്നുമില്ല, സാധാരണ സ്റ്റോറി. പിന്നെ പറയണ്ടല്ലോ, ആൾക്കാർ. ഓക്കെ, വിഷ്ണുചേട്ടന്റെ പ്ലേസ് എവിടെയാണെന്ന്? കോഴിക്കോട്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ഫ്യൂച്ചർ പ്ലാൻസ് നല്ല രീതിക്ക് ട്രേഡിംഗ് കൊണ്ടുപോകണം, നല്ല രീതിക്ക് സോഫ്റ്റ്വെയർ എന്റെ പണി കൊണ്ടുപോകണം, പിന്നെ നല്ല രീതിക്ക് ഇൻസ്റ്റാഗ്രാം, നല്ല രീതിക്ക് യൂട്യൂബ് എല്ലാം കൊണ്ടുപോകണം. പിന്നെ വേറെ എന്തെങ്കിലും ഹോബീസ് ഉണ്ടെങ്കിൽ അതും കൂടി കൊണ്ടുപോകണം. എൻ്റെ കൂടെ സക്സസ്ഫുൾ ആവണം. എല്ലാവർക്കും ഉള്ള പിന്നെ ഹെൽപ്പ് ചെയ്യണ കുറെ പേര്, ചാരിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതൊക്കെ ഫാമിലി, നല്ലൊരു ഫാമിലി വേണം, നല്ലൊരു ഹെൽത്തി മെന്റാലിറ്റി, നല്ലൊരു ഹെൽത്തി ബോഡി വേണം. ഫാമിലി മൊത്തം നല്ല രീതിക്ക് ഹെൽത്തി കൊണ്ടുപോകുന്ന ആ ഒരു, പിന്നെ കുറച്ച് സ്ഥലമൊക്കെ മേടിച്ച് കുറച്ച് കൃഷിയൊക്കെ ചെയ്ത് അങ്ങനെ വലുതായിട്ട് പണിയെടുക്കാണ്ട്. ഓക്കെ, എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ ഫിലിം, പിന്നെ കുറച്ച് ബിസിനസ്, പൈസ ഏൺ ചെയ്യണം, ഫാമിലിനെ നന്നായിട്ട് നോക്കണം, എൻ്റെ പാഷനൊക്കെ സെറ്റ് ആവണം, ഗ്രോ ചെയ്യണം. താങ്ക് യു. ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്, കേൾക്കാൻ പോകുന്നതും. ആരും കമ്മിറ്റഡ് വായിക്കാൻ കൂടി പറ്റുന്നില്ല. രണ്ടാളും കമ്മിറ്റഡ് അല്ല. ലൈഫിൽ വള്ളി പിടിക്കാറുണ്ടോ? അതെ, അതിന്റെ സ്റ്റോറിയാ പറയാം. അപ്പോഴിങ്ങനെ വള്ളി പിടിച്ചിട്ട് വന്നിക്കാട്ടോ. അപ്പൊ ഇതുവരെ എന്റെ അടുത്ത് അങ്ങനെ പ്രശ്നങ്ങള് കാര്യങ്ങളും ഇതുവരെ നിങ്ങൾ വള്ളി പിടിച്ച സംഭവങ്ങളും മുന്നേ എന്തോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അത്ര കെയർ ആയിട്ടായിരുന്നില്ല അതെടുത്ത്. അപ്പോഴേട്ടന് അറിയില്ല ഞാൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണത് എങ്ങനെയാന്ന് അപ്പോഴേട്ടന് അറിയില്ല. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ പറയാം, ആദ്യം ഉണ്ടായ കാര്യം എന്റെ അടുത്ത് പറയില്ല, അതിന്റെ ഓപ്പോസിറ്റ് അങ്ങനെയല്ല നടന്നത് എന്നുള്ള രീതിക്ക് എന്റെ അടുത്ത് സംസാരിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ ചെയ്തേ? ഒന്നെങ്കിൽ ഉണ്ടായ വിഷയം വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കറണ്ട് ജനറേറ്റർ ഓഫ് ആക്കുമ്പോൾ വേറൊരു ചേട്ടൻ തെറിച്ച് വീഴാൻ പോയി ത്രെഡ്മില്ലിൽ. അപ്പൊ അപ്പോഴത്തെ കൈ പിടിച്ചപ്പോൾ എന്തെങ്കിലും പറ്റിയോ ചോദിച്ചു, എന്തെങ്കിലും പറ്റണോന്ന് ആ ചേട്ടൻ തിരിച്ചു ചോദിച്ചു. അപ്പൊ അവിടെ ഒരു സീൻ ഉണ്ടായി. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാൻ നൈസായിട്ട് മിണ്ടാണ്ടിരുന്നു, ഓക്കെ, കെയർ ആക്കിയില്ല എന്ന്. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞേ? എന്തെങ്കിലും തിരിച്ചു പറയാ, അല്ലെങ്കിൽ നമുക്കുണ്ടായ ഒരു ഫീലിങ്സ് അവിടെ എക്സ്പ്രസ് ചെയ്യാം. എന്തിനാ വെറുതെ വല്ലവന്റെ വായിന്ന് കേട്ടിട്ട് വരണ്ട? കാരണം തെറ്റ് നമ്മളെ സൈഡിലെങ്കിലും നമുക്ക് പറയാലോ. അപ്പോഴൊരു കോൺഫിഡൻസ് ആയി, ഓക്കെ ഇവളിങ്ങനെയാണ്, സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്, കുഴപ്പമില്ല. അതൊരു അപ്പോഴാണ് സത്യം ഞാൻ കുറച്ച് തിരിച്ചു പറഞ്ഞു, ഞാൻ തിരിച്ചു പറഞ്ഞിട്ട് വന്നു. പിന്നെ കുറച്ചും കൂടി സപ്പോർട്ട് കുറച്ചും കൂടി അപ്പൊ ലാസ്റ്റ് പറഞ്ഞു വന്നപ്പോ പിറ്റേ ദിവസം ഞാൻ ഇന്നലെ ജിമ്മിൽ പോകുമ്പോ എല്ലാരും പറയാം, അപ്പോഴല്ലേ ഇന്നലെ വള്ളി പിടിച്ചിട്ടുണ്ടായി, അപ്പോഴല്ലേ ഇന്നലെ വള്ളി പിടിച്ച. അപ്പോഴെനിക്ക് ശരിക്കും മനസ്സിലായത് അപ്പോട്ടെ വള്ളി പിടിക്കണ ആളാണ്. പിന്നെ ഞാനങ്ങനെ വള്ളി പിടിക്കാറില്ല അല്ലേ, ഞാനങ്ങനെ ഭയങ്കര ഓക്കെ കല്ലി വലിയ അങ്ങനത്തെ സീനാണ്. ആരെന്നൊക്കെ പറഞ്ഞാലും ഓക്കെ. പിന്നെ അത്രയും ലിമിറ്റ് കടന്നാൽ മാത്രമാണ് ഞാൻ അലമ്പാക്കാറ്, അല്ലാണ്ട് പേടിയാണ്. അപ്പോഴെ തല്ലാൻ വേണ്ടി നല്ല ബോഡി ഉണ്ട്, ഞാനെന്താ ചെയ്യാ? നല്ല ബോഡി ഉണ്ട്.
അത് കൊടുക്കുമ്പോഴത്തല്ലേ കിട്ടും ചെയ്യുമ്പോളെ. അപ്പോ ഞങ്ങളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഇത്രയാണ്. അപ്പൊ അപ്പോഴിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു ഒരു ബ്രീഫ് ഒരു സംഭവം അതിന് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചെറുതായി ഷോർട്ടാക്കിയിട്ട് ഒന്നും കൂടി പറയാം. അപ്പോട്ടും കോഴിക്കോട് നിന്നാണ്. അപ്പോഴിന്റെ വീട്ടില് അമ്മ, ചേട്ടൻ, അനിയത്തി, അമ്മ, അച്ഛൻ, അനിയത്തി. പിന്നെ ഇവിടെ സോഫ്റ്റ്വെയർ ഡെവലപ്പറായി വർക്ക് ചെയ്യണു. പാഷൻ എന്ന് പറയുന്നത് ആക്ടിങ് ഇഷ്ടമാണ്. പിന്നെ ആക്ടിങ് ഇഷ്ടമാണ്, പക്ഷെ ആക്ട് ചെയ്യാൻ അറിയില്ല. അതേപോലെ തന്നെ ട്രേഡിംഗ് ആക്ടിംഗ് ഒക്കെ പഠിക്കാൻ പറ്റും, പെട്ടെന്നല്ല. അത് ഞാൻ പഠിക്കൂട്ടോ. ഞാൻ പഠിച്ച് ആക്ടിങ് പഠിച്ച് ഞാൻ വീഡിയോ ആമിയുടെ കൂടെ ചെയ്യുന്നതാണ്. എന്നിട്ട് പിന്നെ വരുന്നത് ട്രേഡിംഗ്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, പിന്നെ അങ്ങനത്തെ പുതിയ പുതിയ ഹോബീസ് ഒക്കെ ഞാൻ കണ്ടു. പണ്ടൊക്കെ പാട്ട് പാടുന്ന ഒരു ഹോബിയായിരുന്നു. പിന്നെ എനിക്ക് പറ്റത്തില്ല എന്ന് വിചാരിച്ചപ്പോ ഞാൻ അവിടുന്ന് പതിയെ ഇറങ്ങി പോന്നു. അത് അത് ഭയങ്കര ഫ്ലോപ്പ് ആയിപ്പോയി. കുഴപ്പമില്ല. എന്റെ അടുത്ത് പറയാം അപ്പോഴത്തെ പാട്ട് പാടിക്കൊണ്ടിരിക്കട്ടെ. അപ്പൊ ഞാൻ മൈൻഡ് ആക്കിയേ ഇല്ല എന്താണ് പാടിക്കൊണ്ടിരിക്കണേ. പാട്ടിനെ അടുത്ത് വല്ല ഞാൻ 5 വർഷം പാട്ട് പഠിച്ചിട്ടുണ്ട്. കുറച്ചെങ്കിലും ഒരു ഒന്ന് കേട്ടിരിക്കാനുള്ള ക്ഷമ ഓപ്പാക്കിട്ട് കേട്ടു. അപ്പൊ ഇന്ന് പാടാ. അത് കഴിഞ്ഞ് പിന്നെ വരുന്നെന്താ, പിന്നെ ഡാൻസ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ആ ഓരോരോ മേഖലയിൽ ഇങ്ങനെ കൈവച്ച് അത് പറ്റില്ല എന്നറിയുമ്പോ തിരിച്ചു വരും. റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് സിംഗിൾ ആണ്. റെഡി ടു കമ്മിറ്റഡ് അല്ല. സെയിം. പിന്നെ വരുന്നത് എന്തൊക്കെയാ? പിന്നെ ഇനിയും നിങ്ങൾക്ക് വല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ വേറെ പാർട്ട് എടുക്കാവുന്നതാണ്. കാരണം എനിക്ക് ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ആസ്മി ക്വസ്റ്റ്യനിൽ വന്നത്. അപ്പൊ ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്തിട്ട് കുറച്ച് ഷോർട്ട് ആക്കിയിട്ട് എല്ലായിടത്തും എത്തിച്ചതാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. സോ നമ്മുടെ ഗ്രോയിങ് ഫേസിൽ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർക്ക് പിന്നെയും ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. ഇപ്പൊ കുറച്ച് പേരല്ലേ ഉള്ളൂ. അപ്പൊ കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല നല്ല ക്വസ്റ്റ്യൻസ് പിന്നെയും വരും. അപ്പൊ നമ്മൾ ഇതിന്റെ കൂടുതലുള്ള പാർട്സ് നമ്മൾ ഇടുന്നതാണ്. പിന്നെ വരുന്നത്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓൾസോ പിന്നെ കമന്റ് ചെയ്തു. ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം. എന്തൊക്കെ ഇംപ്രൂവ് ഞാൻ വേറൊരു കാര്യം പറയട്ടെ. അപ്പോഴും കുറച്ചും കൂടി നന്നായിട്ട് ബെറ്ററായി സംസാരിക്കാൻ തുടങ്ങി. യെസ്, എന്റെ ആദ്യത്തെ വീഡിയോയിൽ കാണുന്ന ഗൈസ് ഇവനും ആമി മുരളിയായിരുന്നു ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്നത്. ആ സമയത്ത് ഞാൻ സംസാരിച്ചില്ല. പക്ഷെ പിന്നെ ആ ഒരു ക്യാമറയുടെ ഫിയർ മാറി സംസാരിച്ചു തുടങ്ങി. ഇപ്പൊ ഓക്കെ ആണല്ലേ? ഇപ്പൊ ഓക്കെ. നമുക്കപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇടാം. അത് നിങ്ങളുടെ അഭിപ്രായം കൂടി പറയാട്ടോ. ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കണത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ അങ്ങനത്തെ വീഡിയോസും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇതാലോ. അപ്പം ഓക്കെ ഗൈസ്, ബൈ ടേക്ക് കെയർ. കൊടുത്തോ? അല്ല, എപ്പോഴും ആൾക്കാർക്ക് കൊടുക്കാറില്ല.